ഹായ്. നമ്മൾ പഴയ വീഡിയോ ഒരെണ്ണം ചെയ്തല്ലോ, മോം സീരീസ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ചെയ്ത വീഡിയോ മീ ടൈമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവിടെ ഞാൻ ഒരു കാര്യം വിട്ടുപോയി. മീ ടൈമൊക്കെ നോക്കുന്നത് കൊള്ളാം, അതിനിടയിൽ ഉറക്കം എന്ന് പറഞ്ഞൊരു കാര്യം വിട്ടുപോകരുത്. അന്നത്തെ എൻ്റെ ഫേസിൽ അത്യാവശ്യം വ്യത്യാസമുണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഡാർക്ക് സർക്കിൾസ്. എല്ലാവരും പറയും കുഞ്ഞുറങ്ങുന്ന സമയത്ത് കൂടെ ഉറങ്ങണം. അത് പ്രാക്ടിക്കലി എത്രത്തോളം നടക്കുമെന്ന് ഈ പറയുന്നവർക്കും അറിയാം, അമ്മമാരായിട്ട് ഇപ്പോൾ ഉള്ളവർക്കും അറിയാം. അങ്ങനെ നിൽക്കണമെങ്കിൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതൊഴിച്ച് കുഞ്ഞിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കാൻ നമ്മുടെ കൂടെ ഒരാൾ വേണം. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരാൾ ഉണ്ടാവില്ല. അപ്പോൾ കുഞ്ഞുറങ്ങുന്ന സമയത്ത് ഉറങ്ങുക അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ടു ആൻ എക്സ്റ്റെൻറ്റ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ. അതെന്താണെന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ ഞാനും കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. അതെന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ എനിക്കും പറഞ്ഞുതരാൻ അറിയില്ല, എങ്കിലും എന്തെങ്കിലും ഒരു മാർഗ്ഗം കിട്ടുകയാണെങ്കിൽ നിങ്ങളത് ചെയ്തോ. ഞാനൊരു ക്ലാസിക് മൈഗ്രെയിൻ പേഷ്യൻ്റാണ്. ഓക്കെ, 4-5 ഡേയ്സൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ പെയിൻ ഉണ്ടാകുമ്പോഴുള്ള സിറ്റുവേഷൻ മൈഗ്രെയിനൊക്കെ ഉള്ളവർക്കറിയാം. എനിക്ക് മൈഗ്രെയിനും സൈനസൈറ്റിസും ഉള്ളതാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഞാൻ ഉറങ്ങാതെയും കൂടി ഇരിക്കുമ്പോഴുള്ള എൻ്റെ ആ ഒരു വൾനറബിലിറ്റി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത് എൻ്റെ ചുറ്റുമുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെ ഞാൻ കുറേ കഷ്ടപ്പെട്ടു. മനസ്സിലാക്കിയോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയത്തില്ല. ബട്ട് ഐ ആം ആക്ടിങ് ലൈക്ക് ദേ നോ വാട്ട് ഐ ആം ഗോയിങ് ത്രൂ. അതുകൊണ്ട് ശ്രദ്ധിക്കാം, ഉറങ്ങാൻ നോക്കുക. ബൈ പ്രൊഫഷൻ ഞാനൊരു കോസ്മെറ്റോളജിസ്റ്റ് ആണെങ്കിൽ പോലും സ്കിൻ കെയർ ആയിരുന്നാലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഡീപ്പായിട്ട് അല്ലെങ്കിൽ വളരെ ഇൻറ്റൻസ് ആയിട്ട് കെയർ ചെയ്യുന്ന ഒരാളല്ല ഞാൻ, ടു ബി ഫ്രാങ്ക്. എനിക്ക് തന്നെ ഇപ്പോൾ വരെ സങ്കടം തോന്നുന്നുണ്ട് കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ. ഇതുപോലെ ഉറക്കം, അതിപ്പം അമ്മമാർ മാത്രമല്ല അച്ഛന്മാരായിരുന്നാലും എല്ലാ മനുഷ്യർക്കും ബേസിക്കായിട്ടൊരു സ്ലീപ്പ് ടൈം വേണം, അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട്. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു പെർട്ടിക്കുലർ ടൈം അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് ഉറങ്ങാൻ പറ്റണം. അതില്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഹെൽത്തൊക്കെ ബാധിക്കും. എനിക്കത് എൻ്റെ ഹെൽത്തിനെയൊക്കെ അഫക്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ്. ഈവൻ കൊളസ്ട്രോൾ ലെവൽ വരെ ചേഞ്ച് ആവും സ്ലീപ്പ് കുറഞ്ഞ. അത് എൻ്റെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത്. അതിനു മുന്നേ ഉറക്കം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരാളാണ് ഞാനിപ്പോൾ മറന്നുപോയി സത്യം. ഉറങ്ങിയില്ല എന്നൊക്കെ ഉള്ളൊരു കാര്യം ശ്രദ്ധിക്കാതെയൊക്കെ ആയതാണ്. ഹെൽത്തിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. മീ ടൈം കണ്ടെത്തുന്നത് ബാക്കി എല്ലാ കാര്യങ്ങൾക്കിടയിലും ഉറക്കം എവിടെയെങ്കിലുമൊക്കെ കിട്ടുമെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുത്തോളൂ. കാരണം ഈ കുഞ്ഞുങ്ങൾ വളർന്നു അവരുടെ പുറകെ ഓടണമെങ്കിൽ നമുക്ക് ആരോഗ്യം വേണം. ഉറക്കം ഈസ് എ ബേസിക് തിങ്. ഓക്കെ, അതിൻ്റെ മുകളിൽ സ്റ്റാക്ക് ചെയ്ത് ബാക്കി കാര്യങ്ങൾ പോകുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ബൈ.